എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഇത് അവന് ചേരുകയല്ല. നിറത്തിനൊരു വർക്കത്ത്. അതിപ്പോ എറണാകുളത്ത് പോയാൽ പിന്നെ എപ്പോഴും എപ്പോഴും നമ്മളെയൊക്കെ കാണാൻ പറ്റിയല്ല എന്നുള്ള വിഷമമായിരിക്കും. ഇല്ലേ സുസ്ലി അമ്മേ? ആ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്നാക്ക കാരണം കാണും വിഷമിക്കാൻ. എന്താടോ, സുഖമാണോ? ആന്നു. ആ, ഈ ഷർട്ട് നിനക്ക് ചേരുന്ന എനിക്ക് തോന്നുന്നേയില്ല. നമുക്കിത് അഗതി മന്ദിരത്തിൽ അന്തേവാസികൾക്ക് കൊടുത്താലോ, കുടുംബവകയായിട്ട്? അല്ല സുസ്ലി അമ്മേ, അതിനായിട്ട് ഞാൻ എൻ്റെ പഴയ 1-2 സാരി തരാം. ഇതാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് വാങ്ങിച്ചാലേ ഉള്ളൂ. 1-2 പ്രാവശ്യമെങ്കിലും ഇടാതെ എങ്ങനെയാ? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. തമ്പുരാൻ കണക്ക് നോക്കുമ്പോൾ ഇതൊക്കെ പെടും. അതുകൊണ്ട് പറഞ്ഞതാ നീ. ഓ, ആ, ബസ്സിന് സമയമായി. ഇത് പോയാ പിന്നെ നാളെ കഴിഞ്ഞാൽ മറ്റോ അങ്ങോട്ട് വണ്ടി. നിക്കേ, വൈകുന്നേരം ഉണ്ടാക്കി ഇച്ചിരി ഏത്തക്കാപ്പുണ്ട്, ഞാൻ അതും കൂടെ പൊതിഞ്ഞുതരാം. ഓ, അല്ല, നിനക്ക് അവർ അഡ്വാൻസ് വല്ലതും തന്നോ? ആര്? നീ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിക്കാര്. ഏയ്, ആദ്യം ട്രെയിനിങ് പീരീഡ് അല്ലേ, അത് കഴിഞ്ഞ് ജോലി സ്ഥിരമായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിന്റെ കയ്യിൽ വല്ലതും കാണോ? 20-25 വല്ലതും? ആ, അല്ല, മടത്തി ചോദിച്ചാ തരും. എന്നാലും അത് കൊച്ചമ്മ ഇറങ്ങാൻ നേരത്തെ ഞാൻ തരാം, പോരെ? ആ, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് മടത്തിലോട്ട് വന്നാലെന്നാ? എനിക്കറിയാം, കൊച്ചമ്മയോട് നിനക്ക് പഴയ സ്നേഹമൊന്നുമില്ല. അതൊന്നും അല്ല കൊച്ചമ്മേ, സമയം കിട്ടണ്ടേ. ഞാൻ വീട്ടിലോട്ട് വരുന്നതന്നെ എത്ര നാൾ കൂടിയാ. ഏതായാലും എറണാകുളത്ത് ചെന്നാ എല്ലാ ആഴ്ചയിലും എനിക്ക് എഴുത്തയച്ചോളണം. നിനക്കൊരു സന്തോഷം തോന്നുന്നെങ്കിൽ ഇടയ്ക്ക് ഒരു 50-100 മണി ഓർഡർ അയച്ചാലും കൊച്ചമ്മയ്ക്ക് ഒന്നും തോന്നത്തില്ല കേട്ടോ. ആ, എറണാകുളത്തെ അഡ്രസ്സ് എനിക്ക് തരണം. ആ, അവിടെ എവിടെയും വരുന്നുണ്ടേ നിന്നെ വന്ന് കാണാലോ. അപ്പച്ചാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. ആ ജോണി, നീ കൊച്ചമ്മയെ ബസ് കയറ്റി വിട്ടിട്ട് വാ. ആ, ദേ ഏത്തക്കാപ്പം നമ്മുടെ പറമ്പിലുണ്ടായ കായാ. ഓ, ഒരു കല്ലിപ്പുണ്ട്. എന്നാ പിന്നെ പോയേച്ച് വരാം. ഉം. രവി, ജോണിയാ, ഞാൻ തീരുമാനിച്ചു. ഇന്ന് തന്നെ സമയം നീ ഉണ്ണി വിളിച്ച് ഉറപ്പിച്ചാൽ മതി. അതേടാ, ഒത്തിരി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. ഇനി താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പച്ചനോടും അമ്മച്ചയോടും ഞാനിന്ന് കാര്യങ്ങൾ പറയും, അവർ സമ്മതിക്കുകയും ചെയ്യും. രവി, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ആ, ഓക്കെ. ചപ്പുചവറുകളും മാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിലോ നിരത്തിലോ തള്ളരുത്. പേനയൊന്നും കാണുന്നില്ലെന്ന്. പേന ദേ ഇതിനകത്തുണ്ടായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് മേടിച്ച റീഫില്ല. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തരുന്നത്? എനിക്കറിയാവോ, പരമാവധി നിന്റെ ആങ്ങളൊക്കെ എഴുതി ആ മഷി മുഴുവൻ തീരുന്നത്. പിന്നെ 2 പേജുള്ള എഴുത്തെഴുതി തീരുന്ന റീഫില്ലാണോ? 2 പേജുള്ള എഴുത്തെഴുതിയാൽ തീരത്തില്ല. 2 പേജുള്ള എഴുത്ത് എല്ലാ ദിവസവും എഴുതിയാ മഷി തീർന്നു. ഓരോരോ കാര്യങ്ങൾ നടത്താൻ ഞാൻ കിടന്ന് പാടുപെടുക, അതിനതിന് നീ തൂത്തടിക്കുക. അല്ലേ, ഇത് നല്ല കൂത്ത്.
അങ്ങ് മ്ലാപ്പാറ കിടക്കുന്ന ആങ്ങളൊക്കെ ഒരു എഴുത്തെഴുതാണോ കുറ്റം? മാറി ഈശോ, ആങ്ങളെ ഞാൻ കണ്ടിട്ടേ മാസം 6 ആയി. എന്താ പിന്നെ സ്വാതന്ത്ര്യത്തോടെ ഒരു എഴുത്തെഴുതാന്ന് വെച്ചാ അതിന് ബഹളം. ഇതന്നെ ജയിലോ? ദേ ഇതെന്നാന്നറിയാവോ? ആ, എനിക്കൊന്നും അറിയത്തില്ല. ആ നിനക്കൊന്നും അറിയണ്ടല്ലോ. പോസ്റ്റ്മാൻ കൊണ്ടു തന്നെ രജിസ്റ്റേർഡ് എഴുത്താ. 3 മാസത്തിനകം ബാങ്കിൽ നിന്ന് എടുത്ത പണം മുഴുവൻ അടച്ചില്ലെങ്കിൽ വീടും പറമ്പും വാഴയും കോഴിയൊക്കെ അങ്ങ് ബാങ്കിലിരിക്കും. കുറച്ചുകൂടെ അവധി ചോദിച്ചോട്ട് അപേക്ഷ എഴുതാന്ന് വിചാരിക്കുമ്പോൾ റീഫില്ലില്ല. ഇത് കേട്ടാ തോന്നുന്നു ഞാൻ കാരണമാക്കാ ഡോക്ടർ ഉണ്ടാകുന്നു. എനിക്കറിയാം, ശ്രീധനൊന്നും തരാൻ കേൾപ്പില്ലാത്ത ഒരു പാവം കുഴിവെട്ടുകാരനായിരുന്നല്ലോ എന്റെ അപ്പൻ. അന്ന് അപ്പനോട് നിങ്ങൾ പറഞ്ഞു എനിക്ക് കാശൊന്നും വേണ്ട, സാറാമ്മ എന്റെ ധനമൊന്ന്. ഇന്നിപ്പോ സാറാമ്മ വെറും പുഴു. അതുകൊണ്ടാണല്ലോ അന്ന് കാശ് തരാത്തതിനെ കൊള്ളിച്ചോണ്ട് ഇപ്പോഴും വർത്താനം പറയുന്നത്. കണ്ടോ, ഒരു ദിവസം ഞാനങ്ങ് പോവും, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എവിടെയും എടി നിന്റെ പേന ഉണ്ടോ ഇല്ലയോ? പേന കൂന മലയാളി പേനയും കൊണ്ട് നടക്കുക ഞാൻ. ഭക്ഷണത്തിനായി കൊതിക്കുന്നു. 3 കോടിയിലധികം ജനസംഖ്യയുള്ള കേരളത്തിൽ നെല്ലുൽപാദനം അനുദിനം കുറഞ്ഞു വരുന്നു എന്നത് ഒരു ദുഃഖസത്യമാണ്. ഉപഭോഗം കൂടുന്നു എന്നത് മറ്റൊരു സത്യവും. സ്വന്തം പാടത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ല് പുഴുങ്ങി ഉണക്കി കല്ലുരലിൽ കുത്തി കഞ്ഞി വെച്ചിരുന്ന കാലം പഴയ തലമുറയ്ക്ക് സുപരിചിതമാണ്. നെല്ലുകുത്തി മെനു அம்மா அக்காவுக்கு கோவில் வரை போகணும்மா. அப்பா இங்க இல்லாத வெளியில விட வேண்டாம்னு என்கிட்ட சொல்லியிருக்கேன். அம்மா அக்காவுக்கு கொஞ்சம் நிம்மதி கொடுமா. அம்மாவும் அப்பா மாதிரி ஆகக்கூடாது. எங்க சந்தோஷம் தானே உங்களோட ஆக்ரகம். அம்மாவுக்கு அப்பா சொல்றது கேட்கத்தான் முடியும். ஆனா இன்னைக்கு ஒரு நாள் நான் சொல்றது அம்மா கேட்கணும். அம்மா, நான் செய்யறதெல்லாம் தப்பா தெரியுதா? எனக்கு தெரியாது. அப்பா தப்புன்னு சொல்றது எனக்கு தப்பு. சரி என்ன, அது சரி. அப்படிதாம்மா எனக்கு பழக்கம். சரி, அப்பா வர்றதுக்கு முன்னாடி போய் வா. ഞാൻ ചതിക്കുകയാണോ ഉണ്ണി? അപ്പാവയും അമ്മാവയും இந்த വീടിനെയും? അല്ല, പക്ഷെ ചിലപ്പോൾ നഷ്ടപ്പെടുത്തുകയാവും. അത് അക്കാക്കും അറിയാലോ. ജോണിക്കുട്ടി, ഏതാ പെണ്ണ്? ഏത്? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. ഏതാ?
ഞങ്ങള് ഫ്രണ്ട്സാ. ഒരു ഫ്രണ്ടിന്റെ പടം ആൽബത്തിൽ വെച്ചാൽ അത് മനസ്സിലാക്കാം. ആരും കാണാതെ പുസ്തകത്തിൽ അടച്ചുപൂട്ടി വെക്കുന്നതിന്റെ അർത്ഥം പിടികിട്ടുന്നില്ല. അപ്പച്ചൻ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുമ്പോ കൂട്ടുകാര് തമ്മിലുള്ള ഇഷ്ടമോ അതോ? അപ്പച്ചൻ തന്നെ പറഞ്ഞല്ലോ, കൂട്ടുകാരായിരുന്നെങ്കിൽ പുസ്തകത്തിൽ അടച്ചുപൂട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. നീ അവളെ കല്യാണം കഴിക്കാൻ പോവാണോ? എന്ന് ചോദിച്ചാ നിങ്ങൾക്ക് കൂടെ നടത്തി തരണം. നിങ്ങളെന്ന് പറയുമ്പോ ഞാനും നിന്റെ അമ്മച്ചിയും അല്ലേ? വേറെ ആരാ എനിക്കുള്ളത്? എന്നാലും എന്റെ ജോണിക്കുട്ടി കുടുംബത്തിന് അപമാനം. എന്നതാ എന്റെ പേര്? ഇന്ദു. മുഴുവൻ പേര് എന്നതാന്നാ ചോദിച്ചേ? ഇന്ദുമതി ദേവനാരായണൻ. ദേവൻ നാരായണൻ എന്നൊക്കെ പറയുമ്പോ അത് ഹിന്ദുവാ. അറിയാം. നമുക്കിത് വേണ്ട. അതൊക്കെ അത്രയ്ക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട, നോക്കണ്ട. നമുക്ക് ഏതെങ്കിലും ശിവന്റെയോ ഹനുമാന്റെയോ അമ്പലത്തിൽ വെച്ച് ഈ കല്യാണം നടത്താം. എന്താ? അപ്പച്ചനും അമ്മച്ചിയും സമ്മതിച്ചാ ഞാൻ ഇന്ദുവിനെ ഇവിടെ കൊണ്ടുവരാം. ഒന്ന് കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്താ നിങ്ങളുടെ തീരുമാനം മാറും. എനിക്ക് ഉറപ്പാ. അതിനവളെ കാണാൻ കൊള്ളുകയായിരുന്നോ, വർത്താനം പറയാൻ അറിയായിരുന്നോ? ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. സൗന്ദര്യവും വർത്താനം കൊണ്ട് കാര്യമുണ്ടോ മോനെ? അതൊക്കെ എത്ര നാളെ കാണും? നമ്മുടെ രീതിയും വിശ്വാസം ഇല്ലേ? എല്ലാം തീർന്നില്ലേ? ഇല്ല, എന്നെ സംബന്ധിച്ച് ഒന്നും തീർന്നിട്ടില്ല. എനിക്ക് ഞാൻ കൊടുത്ത വാക്കാ വലുത്. അത് തെറ്റിച്ച് അവളെ ചതിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വാക്ക് കൊടുത്തത് നീയല്ലേ, ഞങ്ങളല്ലല്ലോ. അപ്പോ ഞാൻ വാക്ക് തെറ്റിച്ചാ അത് പ്രശ്നമല്ലല്ലേ? അല്ല, ഇക്കാര്യത്തിലല്ല. ഇച്ചിരി ചന്തം കുറഞ്ഞവളാണേലും കാശ് കുറവുള്ളവളാണേലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ മാമോദീസ വെള്ളം വീഴാത്ത ഒരുത്തിയെ ഞങ്ങളുടെ മോൻ കെട്ടുന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ വയ്യാത്ത കാര്യമാണ്. അതൊരു കാലത്തെ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്നാ അതുപോലെ തന്നെ എനിക്കും. ഇന്നലെ വരെ കെട്ടിക്കോളാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അത് പറ്റിയാലെന്ന് പറയാൻ എനിക്ക് കഴിയല്ല. അതോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വഞ്ചനകളൊക്കെ വേണ്ടി വന്നാൽ ആകാമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടോ? എന്നാത്തിമാർ இந்த மாதிரி அவன் சின்ன குழந்தையല്ലോ. குழந்தையா விஷமாக்குவன் கால கூட விஷம். இதை பார்த்தியா? லாங்குவேஜோட இருக்கிற இன்ட்ரெஸ்ட் வெறுமனையாகாத பொண்ணுக்கு நல்ல ஒன்னாந்திரம் பாஷையில எழுதி வச்சிருக்கா நஸ்ரானி காதலனோட ஒளிச்சோடி போறான்னு. ലാസ്റ്റിൽ എഴുതിയിരിക്കാ മാപ്പ് ശപിക്ക കൂടാതെന്ന്. ശപിക്ക കൂടാതെ പോലും இந்த ജന്മം മുഴുവൻ ശപിച്ചാലും തീരാതെ. அத்திப்பேர் இந்த மாதிரி பேசக்கூடாது. அவள் என்னோட மகள் அல்லவா, என்னோட மருமகளும். நான் அന്വേഷിக்கிறேன். സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയ്ക്കല്ലേ, മാമ എന്ന നിലയ്ക്ക്. വേണ്ട, ഇന്നും അന്വേഷണം വേണ്ട. എന്ത് സ്ഥിതിയിലും അവളെ എനിക്ക് തിരുപ്പി വേണ്ട. நீங்க அப்படி ஒன்னும் சொல்லக்கூடாது. என்னானாலும் நம்ம குழந்தை அல்லவா அவள். കുളന്தை എങ്കയോ ചൊല്ലി കേട്ടിരിക്ക മുൻജന്മത്തിലെ പാപമൂലം ഏതാവത് വിധത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന്. നമ്മ കാര്യത്തില് നമ്മ പൊണ്ണോട് രൂപത്തിലാച്ചു. மாமா இப்ப நார்மல் அல்ல. சாவகாசி இருந்து ஆலோசிச்சா எல்லாமே நடக்கும். நான் சொன்னேனே, எங்க இருந்தாலும் கண்டுபிடிக்கிறேன். കണ്ടുപിടിച്ചോ, ആനാ എങ്ക കൊണ്ടുവരക്കൂടാതെ. അല്ല തോമാച്ച, മോന്റെ മണിയോർ പോസ്റ്റ് വാനങ്ങ് വീട്ടിൽ കൊണ്ട് തരത്തില്ലേ? പിന്നെ എന്നാത്തിന് എല്ലാ പ്രാവശ്യം ഇവിടെ ഒന്ന് മേടിക്കുന്നത്? എന്ന് പറഞ്ഞാൽ മണിയോറായിട്ട് അവൻ വരുമ്പം അവന് കൊടുക്കണം 10-15 രൂപ സന്തോഷമൊന്നും പറഞ്ഞു. ഇതാകുമ്പം 10 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ, നടപ്പിന്റെ ഒരു ഗുണമുണ്ട് താൻ. അല്ല, പെങ്ങടെ മകനൊരു ഷാപ്പ് തുടങ്ങായിരുന്ന ഇടയ്ക്ക് ആ മത്തായിച്ചും കയറി ഉടക്കിയെന്ന് കേട്ടു. നേരാന്നോ? നേരാ. ആരാധനാലയത്തിന്റെ അടുത്ത് ഷാപ്പ് വന്നാൽ പുണ്യാളത്തിന് പൊള്ളും പോലും. എടോ, കള്ളു കുടിക്കാത്ത ഒരു വിശുദ്ധനും ഉണ്ടായിട്ടില്ല. 10 കൽപ്പന പോലും ഇല്ലല്ലോ കള്ളു കുടിക്കരുതെന്ന്. ബാ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇന്ദുനിയൻ YWCയിലാക്കി. മാറ്റർ എനിക്ക് പരിചയമുള്ള ആളാ. അപ്പോ ഓഫീസിലെ കാര്യോ? അത് നീ നേരിട്ട് അറിയാവുള്ളൂ. അവിടെയുള്ള ആൾക്ക് എന്തോ സംശയമുള്ളത് പോലെ. ഞാൻ വരാം. അത് മാത്രമല്ല, എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകാൻ വേണം. ആ ജോലിക്കാര്യം നേരത്തെ ശരിയാവുമെന്നറിയാം. അതെന്താ ഇത്ര പെട്ടെന്ന്? അപ്പച്ചൻ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല.
ആ ഇന്ദുമായിട്ട് ആ വീട്ടിൽ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ നീ ഏതായാലും ഇന്ദുവിനെ കണ്ട് വിഷമിക്കരുതെന്ന് പറയണം. ഞാനങ്ങ് ഓഫീസിലെത്താം. ഓക്കെ ചേട്ടാ കുപ്പി. കുഞ്ഞേതാ? ഞാൻ ഇവിടെ കണ്ടിട്ടില്ലോ ഇതിനു മുമ്പ്. ഞാനൊരാളെ കാണാൻ വന്നതാ. ആരെയാ? അത് ഞാൻ കാണാൻ വന്ന ആൾ ഇവിടെയല്ല താമസം ഞാൻ വന്ന പറഞ്ഞു. പോട്ടെ. ഓഹോ, ആ പോക്കത്ര പന്തിയല്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നല്ല നല്ല പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്റെ മാതാവേ, എന്നാ ചെയ്യാനാ നിങ്ങളുടെ ഉദ്ദേശം? അവൻ ഇറങ്ങി പോവോ അവൻ നമ്മൾ ഇറങ്ങി പോണോ? ഞാൻ ആരുടെ കൂടെ നിൽക്കണം? അതിന് നിനക്കും തോന്നുന്നുണ്ടോ എന്റെ ഭാഗത്താ തെറ്റെന്ന്? തോന്നുന്നുണ്ടോന്ന്? എനിക്കൊന്നും തോന്നുന്നില്ല. ഞാനൊരു ഭാര്യ അമ്മയാ. ഞാൻ ആരുടെ ഭാഗം പിടിക്കണം? പറ, ഞാൻ ആരുടെ ഭാഗം പിടിക്കണം? എന്റെ ഭാഗം പിടിക്കണം. ഈ മണ്ണിനെ, ഈ വീടിനെ, നമ്മുടെയൊക്കെ കാരണവന്മാരെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ഭാഗം പിടിക്കണം. അല്ലെങ്കിൽ അത് കർത്താവിനെ വേണ്ടത് വെക്കുന്ന പോലെ ആയിരിക്കും. അതോ ഭർത്താവിനേക്കാൾ വലുതാണ് മകനെന്ന് തോന്നുന്നുണ്ടോ? രണ്ടുപേരുടെ നടുക്ക് നിർത്തി എന്റെ സ്നേഹം ചോദ്യം ചെയ്യരുത്. ഞാനിത് സഹിക്കില്ല. ഒന്നും അറിയാൻ മേലാത്ത ഒരു പൊട്ടിയ ഞാൻ. ആരുടെ ഭാഗത്താ ശരിയെന്ന് പോലും എനിക്കറിയാൻ മേല. പക്ഷെ ഒന്നുണ്ട്, ഇതുവരെ ഈ വീട്ടിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇല്ലാതാവുകയാണെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടിച്ചാവത്തേ ഉള്ളൂ.